നൈറ്റ് റൈഡേഴ്സ് ഇന്നലെ റിലീസായ മലയാള സിനിമയാണ്. നൗഫൽ അബ്ദുള്ള എഡിറ്റ് ചെയ്ത് സംവിധാനം ചെയ്ത സിനിമയാണ്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. പക്ഷേ അദ്ദേഹം മലയാളത്തിലെ ഒരു റിനൗണ്ട് ഫിലിം എഡിറ്ററാണ്. ഒരുപാട് ഹിറ്റായ സിനിമകൾ, ഒരുപാട് കിടിലൻ സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എനിക്ക് ഈ സിനിമയിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ടർ കൊണ്ടല്ല. ഈ സിനിമയുടെ ട്രെയിലറും അതുപോലെ തന്നെ ടീസറും, എസ്പെഷ്യലി ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അതുപോലെ തന്നെ ഇതിലെ ഒരു റൊമാൻസ് ട്രാക്ക് വന്നായിരുന്നു. പിന്നെ ഇതിലെ കാസ്റ്റ് എനിക്കിപ്പോൾ റോഷനെയും ശരത് സബേനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാത്യുവിന് ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പം പൊതുവെ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടി. അപ്പോൾ ഇതിൽ പ്രേതത്തിനെയാണോ ഇവർ അന്വേഷിക്കുന്നത്, അതോ ഞാൻ ഉദ്ദേശിച്ച ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ആണോ, അതോ ഇപ്പോൾ ഡിറ്റക്റ്റീവ് ജുവലിനൊക്കെ പോലെ ഒരു ക്രൈം ത്രില്ലറാണോ, ആ ഒരു പരിപാടി അറിയാനൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടതാണ്. റിവ്യൂ ഇടാൻ വൈകിപ്പോയതാണ്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ 2.0 ആയിട്ടാണ് തോന്നിയത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ കൊലപാതകം, അതായത് ഗ്രാമം, അവിടുത്തെ നാട്ടുകാർ, സെറ്റിങ്സ്, എല്ലാ സെറ്റിങ്ങും സെയിം ഡിറ്റോ ആണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനുമായിട്ട്. ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ കൊലപാതകങ്ങളാണ്. അതായത് രണ്ടിലും സൈക്കോ ആണ്. അതിൽ സൈക്കോ കില്ലറാണെങ്കിൽ ഇതിൽ പേടിപ്പിക്കുന്ന സൈക്കോ, ആൾക്കാരെ പേടിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സൈക്കോ. പിന്നെ ചെറുതായിട്ട് ദ്രോഹിക്കും, കൊല്ലത്തില്ലെന്നേ ഉള്ളൂ. അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് ഡിറ്റക്റ്റീവ് ജുവലാണ്. പക്ഷേ നമുക്കിപ്പോൾ ഡിറ്റക്റ്റീവ് ജുവലും പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതോ അത്ര നല്ല ധ്യാൻ്റെ റീസണായിട്ട് ഇറങ്ങിയ പടങ്ങൾ ബെസ്റ്റാണ്. പക്ഷേ അല്ലാതൊരു സിനിമയായിട്ട് നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് ഓക്കേഷ് സിനിമ, അതിനും താഴെ നിൽക്കുന്ന സിനിമയാണ്. അതൊരു എബോ ആവറേജ് ആണെങ്കിൽ ഇതൊരു ബിലോ ആവറേജ് സിനിമയാണ്. അങ്ങനെയാണ് എനിക്ക് ഒറ്റ വാചകത്തിൽ ഈ സിനിമ വിശേഷിപ്പിക്കാനുള്ളത്. തുടക്കമൊക്കെ നല്ല രസമായിരുന്നു, നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു. ഭയങ്കര ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാക്കുന്ന പോലത്തെ പരിപാടിയായിരുന്നു. ഭയങ്കര ക്രിസ്പും ഗ്രിപ്പിങ്ങും ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. അതിൽ തന്നെ മാത്യു, റോഷൻ, ശരത് സഭ ഇവരുടെ 3 പേരുടെ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. അതായത് അവരുടെ കോമഡിയേക്കാൾ ഉപരി ഞാൻ പറയുന്നത് അവരുടെ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളും ഒക്കെ. ചില കോമഡികൾ നന്നായിട്ട് ചിരിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി കോമഡികൾ ഇവർ ചെയ്തതാണെങ്കിലും ബാക്കി നാട്ടുകാർ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഓവറായിട്ടും തോന്നിയായിരുന്നു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും പാളിപ്പോയെന്ന് തോന്നിയത് വിഷ്ണു അഗസ്തിയുടെ ക്യാരക്ടറായിരുന്നു. പുള്ളി ഒരു കോമഡി പരിപാടിയായിട്ടാണ്, പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ആവശ്യമില്ലായിരുന്നു, ആ കോമഡി വർക്കും ആയിട്ടില്ലായിരുന്നു. അത് വിട്ടോ, അല്ലാതെ ഞാൻ പറയാം തുടങ്ങി അങ്ങനത്തെ ഒരു ആ ഗ്രാമമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കോമഡിയൊക്കെ കുറച്ച് വർക്കായി അങ്ങനെ തുടങ്ങി. റൊമാൻസ് ട്രാക്കും ഒരു ഫൺ രീതിയിൽ വന്നു. പിന്നെ മെറിൻ ഫിലിപ്പ് വരുന്നൊരു ആക്ട് ഈ സിനിമയിലുണ്ട്. അതെനിക്ക് അത്യാവശ്യം വർക്കായിരുന്നു. അതായത് അവരതിൽ ഉദ്ദേശിച്ച ഇതിൽ ഉദ്ദേശിച്ച ജോണർ അല്ലെ എങ്ങനെ വർക്കാക്കണമെന്നാണ് എനിക്ക് മനസ്സിലായി. അത് എല്ലാവർക്കും അത് കറക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. പിന്നെ പല ഏരിയയിലും ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോകെ ഇതിലെ ചിരി കുറയുന്നു. അങ്ങനെ ഒരു ഇൻ്റർവെല്ലാവുന്നു. അങ്ങനെ ഇൻ്റർവെല്ലായിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പടം നേരെ ഉൾട്ടയാണ്. അതായത് അതുവരെ കൊണ്ടുവന്ന ക്യൂരിയോസിറ്റി അവിടെ കൊണ്ട് തീർന്നു. പിന്നെ നേരെ ഇൻ്റർവെൽ കഴിഞ്ഞൊരു ഇന്ന ഏരിയ ആകുമ്പോഴത്തേക്ക് ആരാണ് എന്താണ് സംഭവം എന്നൊക്കെ കാണിക്കും. പിന്നെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് പടം അനങ്ങുന്നില്ലെന്ന് വെച്ചാൽ അനങ്ങുന്നില്ല. റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ കിടന്ന് വലിഞ്ഞ് അങ്ങ് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ പോയി എൻഡിങ്, അതായത് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞൊരു 10 മിനിറ്റിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് സത്യം പറഞ്ഞാൽ. ചുമ്മാ വലിപ്പിച്ചതാണ്. എൻഡിങ് ഏരിയ വന്നപ്പോഴത്തേക്ക് ഒരു പഞ്ചില്ലാത്തൊരു സാധാ ഒരു തുക്കടാച്ചി എൻഡിങ്, ഒന്നിനും കൊള്ളാത്തൊരു എൻഡിങ്, ഒരു ഫീലും ഒരു ഇമ്പാക്റ്റും തരാത്തൊരു എൻഡിങ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബിലോ ആവറേജ് സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ഈ സിനിമയുടെ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് അതിനേക്കാളും മോശം. ഏത് ലെവലിൽ രസം ഉണ്ടായിരുന്നോ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, അതിലും കൂടിയ ലെവലിൽ മടുപ്പായിപ്പോയി സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഒരു കൂറ സിനിമയൊന്നുമല്ല. ഫസ്റ്റ് ഹാഫ് രസം ഉണ്ടായിരുന്നു, ചില കോമഡികൾ ചിരിക്കാനുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ അതാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ടെക്നിക്കലി ഒക്കെ ഓക്കേഷാണ്. ബഡ്ജറ്റ് പരിമിതി ഉണ്ടെന്നുള്ളത് വിസിബിളാണ്. ഈ ഡയറക്ടർക്ക് വിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ബഡ്ജറ്റ് പരിമിതികൾ കാരണം ആ വിഷൻ അത്ര സെറ്റായിട്ടില്ല. അതിന് കാരണം ഇപ്പം വിഷ്വൽസൊക്കെ പല സീനിലും ഇവർ നട്ടുച്ചയ്ക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ബഡ്ജറ്റില്ലാതെ വരുമ്പോഴാണ് നട്ടുച്ചയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ വൈകിട്ട് ആ ഒരു സമയമുള്ളൂ, വെയിലുള്ളപ്പോൾ ചെയ്യത്തില്ല. ഇത് വെയിലടിച്ച് കയറിയിട്ട് ചില സീനൊക്കെ ഗ്രേഡൊക്കെ ചെയ്ത് കിടുവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വെയിലടിച്ച് എത്ര ഗ്രേഡ് ചെയ്താലും ശരിയാകത്തില്ല. വെയിലിങ്ങനെ അടിച്ച് കയറും. അതൊക്കെ ബഡ്ജറ്റ് ലിമിറ്റേഷൻ്റെ ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയുള്ളൂ. പിന്നെ എനിക്ക് മേക്കപ്പൊന്നും അത്ര സെറ്റപ്പായിട്ട് തോന്നിയില്ല. മേക്കപ്പും കോസ്റ്റ്യൂംസും ഒക്കെ എനിക്ക് ഫാൻസി ഡ്രസ്സ് പരിപാടി ആയിട്ട് തോന്നിയുള്ളൂ. അപ്പോൾ അതാണ് ടെക്നിക്കലി പറ്റി പറയാനുള്ളത്. റൈറ്റിംഗ് ആണ് വീക്ക്. ടെക്നിക്കലി ഉള്ളതൊക്കെ നമുക്ക് കണ്ണടയ്ക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ റൈറ്റിംഗ് ആണ് വീക്ക്. റൈറ്റിംഗ് ഭയങ്കര വീക്കായി പോയി. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2/5 ആണ്.